നോമ്പ് ചിന്തകൾ 3-ാം ചൊവ്വ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ ആന്തരികമായ ആധ്യാത്മികതയിൽ വളരേണ്ടതിൻ്റെ ആവശ്യകത ഈശോ ഓർമ്മിപ്പിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരുമെല്ലാം ബാഹ്യമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നവരായിരുന്നു. ഈശോ പല കാര്യങ്ങളിലും ഇവരെ തിരുത്തുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. ദേവാലയ ഭണ്ഡാരത്തിൽ ധനികർ വലിയ തുകകൾ നേർച്ചയിടുന്നതും ദരിദ്ര വിധവ ചെറിയ ചെമ്പുതൊട്ടുകൾ കാണിക്കു നൽകുന്നതും ശ്രദ്ധിച്ച ഈശോ പറയുന്നു, ഇവൾ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. കാരണം ഇവൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും മുഴുവൻ നൽകിയിരിക്കുന്നു. നിർവ്യാജ്യമായ ഭക്തിയും പൊള്ളയായ മതാത്മകതയും തമ്മിലുള്ള അന്തരം ഈശോ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. പൊള്ളയായ മതാത്മകതയുടെ നിദർശനങ്ങൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ദരിദ്ര വിധവ കലർപ്പില്ലാത്ത ഭക്തിയുടെ ഉത്തമ മാതൃകയാണ്. ഈ നോമ്പുകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കപ്പുറം ആന്തരികമായ ആത്മീയത കൂടുതൽ സ്വന്തമാക്കാനുള്ള അവസരമാണ്. ദൈവം നമ്മെ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഈ ദരിദ്ര വിധവയുടേതുപോലുള്ള രക്ഷാകരമായ ഭക്തിയും ആത്മീയതയും സ്വന്തമാക്കാൻ നമുക്കും ശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.